ലോകം ഇന്നൊരു വമ്പൻ മാറ്റത്തിന്റെ നെറുകയിലാണ്. നമ്മുടെ ഈ ഭൂമിയിൽ മാത്രമല്ല, ആകാശത്തിനപ്പുറവും ഇന്ന് അധികാരത്തിന്റെ പുതിയ അതിരുകൾ പണിയപ്പെടുകയാണ്. ഒരു വശത്ത് ഇസ്രായേൽ തങ്ങളുടെ സൈനിക സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമ്പോൾ മറുവശത്ത് ചൈനയും റഷ്യയും ചേർന്ന് ചന്ദ്രനെ ഒരു ആണവ താവളമാക്കാൻ ഒരുങ്ങുകയാണ്. അതേസമയം ലോകത്തെ ഞെട്ടിച്ച എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തുവരുന്നത് വഴി പ്രമുഖരുടെ മാന്യതയുടെ മുഖംമൂടികൾ അഴിഞ്ഞു വീഴുകയാണ്. ക്രിസ്മസ് രാവിൽ പോലും വെടിയൊച്ചകൾ മുഴങ്ങിയ നൈജീരിയയിലെ US ആക്രമണവും ഇന്ത്യയുടെ അയൽരാജ്യങ്ങളിൽ ചൈന ഒരുക്കുന്ന സൈനിക ചക്രവ്യൂഹവും ഒക്കെയുണ്ട്. വരും ദശകങ്ങളിൽ ലോകരാഷ്ട്രീയവും നമ്മുടെ ജീവിതവും എങ്ങനെ മാറാൻ പോകുന്നു എന്നതിന്റെ സമഗ്രമായൊരു ചിത്രം നമുക്ക് പരിശോധിക്കാം. വെൽക്കം ടു ലൂക്ക. ലോകം മുഴുവൻ ഒരു ഉപരോധം ഏർപ്പെടുത്തിയാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഈ വാക്കുകൾ പറയുമ്പോൾ അത് വെറും വാക്കല്ല, അതൊരു വമ്പൻ സൈനിക വിപ്ലവത്തിന്റെ തുടക്കമാണ്. ഗാസയിലെയും ലെബനനിലെയും യുദ്ധങ്ങൾക്ക് നടുവിൽ നിൽക്കുമ്പോൾ ഇസ്രായേൽ മറ്റൊരു വലിയ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. അത് അതിർത്തിയിലല്ല, മറിച്ച് അവരുടെ ഫാക്ടറികളിലും ലാബുകളിലുമാണ്. ഇസ്രായേൽ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് അവരുടെ മോസ്റ്റ് മോഡേൺ വെപ്പൺസും അയൺ ഡോംസും ഒക്കെയാണ്. എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ ലോകത്തെ ഞെട്ടിക്കുന്ന മറ്റൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. വരുന്ന 10 വർഷത്തിനുള്ളിൽ 350 ബില്യൺ ഷെക്കിൾസ്, ഏകദേശം $110 ബില്യൺ മുടക്കി തങ്ങളുടെ സ്വന്തം ആയുധ നിർമ്മാണശാലകൾ ശക്തിപ്പെടുത്താൻ പോവുകയാണ് ഇസ്രായേൽ. എന്തിനാണെന്നോ? ഇനി മുതൽ ആയുധങ്ങൾക്കായി അമേരിക്കയുടെയോ മറ്റ് രാജ്യങ്ങളുടെയോ മുന്നിൽ കൈനീട്ടാൻ ഇസ്രായേൽ തയ്യാറല്ല. $110 ബില്യൺ മിലിറ്ററി ഫ്രീഡം പ്ലാൻ. എന്താണ് ഇസ്രായേലിന്റെ ഈ മാസ്റ്റർ പ്ലാൻ? എന്തുകൊണ്ടാണ് അവർക്ക് സ്വന്തം സുഹൃത്തുക്കളെ പോലും ഇപ്പോൾ വിശ്വാസമില്ലാത്തത്? പരിശോധിക്കാം. ഇനി മുതൽ ആയുധങ്ങൾക്കായി അമേരിക്കയുടെയോ യൂറോപ്പിന്റെയോ അനുവാദത്തിന് ഇസ്രായേൽ കാത്തു നിൽക്കില്ല. അത്യാധുനിക മിസൈലുകൾ, ലേസർ പ്രതിരോധ സംവിധാനങ്ങൾ, ഡ്രോണുകൾ എന്നിവയെല്ലാം ഇസ്രായേലിന്റെ മണ്ണിൽ തന്നെ നിർമ്മിക്കും. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസമാണ് ഈ വമ്പൻ പ്രഖ്യാപനം നടത്തിയത്. വരും ദശകത്തിൽ ഇസ്രായേൽ ഒരു ഇൻഡിപെൻഡന്റ് ആർംസ് ഇൻഡസ്ട്രി അഥവാ സ്വതന്ത്രമായ ആയുധ നിർമ്മാണ മേഖല കെട്ടിപ്പടുക്കും. ഇസ്രായേലിലെ പുതിയ പൈലറ്റുമാരുടെ ഗ്രാജുവേഷൻ സെറമണിയിൽ വെച്ചാണ് അദ്ദേഹം ഈ പ്ലാൻ വെളിപ്പെടുത്തിയത്. ഇത് വെറും പ്ലാൻ മാത്രമല്ല, അതിനായി $110 ബില്യൺ ഫണ്ടും അനുവദിച്ചു കഴിഞ്ഞു. ചുരുക്കത്തിൽ പറഞ്ഞാൽ തോക്കും വെടിയുണ്ടയും മിസൈലുകളും വിമാനങ്ങളും എല്ലാം ഇനി മെയ്ഡ് ഇൻ ഇസ്രായേൽ എന്ന് മാറ്റാനാണ് ലക്ഷ്യം. ഈ $110 ബില്യൺ എങ്ങനെയൊക്കെയാണ് ചെലവാക്കാൻ പോകുന്നത് എന്നൊന്ന് പരിശോധിക്കാം. ഒന്നാമതായി അയൺ ബീം ടെക്നോളജി. നിലവിലെ അയൺ ഡോമിനേക്കാൾ ലാഭകരമായ ലേസർ മിസൈൽ ഡിഫൻസ് സിസ്റ്റം വികസിപ്പിക്കുക. യുദ്ധത്തിന് ഏറ്റവും അത്യാവശ്യമായ വെടിയുണ്ടകളും ബോംബുകളും വൻതോതിൽ സ്റ്റോക്ക് ചെയ്യുക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള ടാങ്കുകളും വിമാനങ്ങളും സ്വന്തമായി നിർമ്മിക്കുക. ഇതിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് 2 കാര്യങ്ങളാണ്. 1, യുദ്ധസമയത്തെ സ്വയം പര്യാപ്തത. 2, ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ കയറ്റുമതി രാജ്യമായി മാറുക. ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്നായ ഇസ്രായേൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ആദ്യ കാരണം, ഗാസ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ആയുധങ്ങളുടെ ലഭ്യതയായിരുന്നു. അമേരിക്കൻ കോൺഗ്രസിൽ പോലും ഇസ്രായേലിന് ആയുധം നൽകുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെതിരെ ചർച്ചകൾ നടന്നു. ചില യൂറോപ്യൻ രാജ്യങ്ങൾ ആയുധങ്ങൾ നൽകുന്നത് താൽക്കാലികമായി നിർത്തിവച്ചു. ഇത് ഇസ്രായേലിനെ ഒരു കാര്യം ബോധ്യപ്പെടുത്തി: ഗ്ലോബൽ പൊളിറ്റിക്സ് പ്രവചനാതീതമാണ്. ഇന്ന് കൂടെ നിൽക്കുന്നവർ നാളെ കൈവിട്ടാൽ രാജ്യം അപകടത്തിലാകും. അതുകൊണ്ട് തങ്ങളുടെ സുരക്ഷ മറ്റാരുടെയും ഔദാര്യമല്ലെന്ന് നെതന്യാഹു ഉറപ്പിക്കുന്നു. തങ്ങൾക്കെതിരെ ആരെങ്കിലും ആയുധ നിരോധനം ഏർപ്പെടുത്തിയാലും യുദ്ധം തുടരാനുള്ള കരുത്ത് അവർക്ക് ഉണ്ടാവണം. ഇതാണ് മിലിറ്ററി ഫ്രീഡം എന്നതുകൊണ്ട് ഇസ്രായേൽ അർത്ഥമാക്കുന്നത്. രണ്ടാമതായി സപ്ലൈ ബോട്ടിൽ നെക്സ്. അതായത് യുദ്ധസമയത്ത് ആയുധങ്ങൾക്കും മറ്റ് പാർട്സുകൾക്കുമായി മറ്റു രാജ്യങ്ങളെ കാത്തിരിക്കുന്നത് വലിയൊരു റിസ്ക് ആണ്. ആ റിസ്ക് ഒഴിവാക്കി തങ്ങളുടെ മണ്ണിൽ തന്നെ എല്ലാം നിർമ്മിക്കാനാണ് നെതന്യാഹു ലക്ഷ്യമിടുന്നത്. ഇനി ഈ നീക്കം ലോക രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? ആയുധങ്ങൾക്കായി ആരെയും ആശ്രയിക്കേണ്ടതില്ലാത്തതിനാൽ ഇസ്രായേലിന് അവരുടെ സൈനിക നീക്കങ്ങളിൽ പൂർണ്ണമായ സ്വാതന്ത്ര്യം ലഭിക്കും. മറ്റേതെങ്കിലും രാജ്യം എംബാർഗോ, അതായത് ആയുധ നിരോധനം ഏർപ്പെടുത്തിയാലും ഇസ്രായേലിന്റെ സൈനിക ശക്തി അത് ബാധിക്കില്ല. പിന്നെ നിലവിൽ തന്നെ ഇസ്രായേൽ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഈ പുതിയ ഇൻവെസ്റ്റ്മെന്റ് കൂടി വരുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ വിപണികളിൽ ഒന്നായി ഇസ്രായേൽ മാറും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായുള്ള ഡിഫൻസ് ഡീലുകളും ഇത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഇതൊരു സാമ്പത്തിക നീക്കം മാത്രമല്ല, ഇതൊരു വലിയ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിലൂടെ ഇസ്രായേൽ ലോകത്തോട് പറയുന്നത് ഞങ്ങൾ ആരുടെയും വരുതിക്ക് നിൽക്കുന്നവരല്ല എന്നാണ്. ഇത് മിഡിൽ ഈസ്റ്റിലെ പവർ ബാലൻസ് പൂർണ്ണമായും മാറ്റും. അമേരിക്കയുമായുള്ള ബന്ധത്തിൽ പോലും ഇത് വലിയ മാറ്റങ്ങൾ വരുത്തും. അമേരിക്കയുടെ സഹായം ഇല്ലാതെ തന്നെ യുദ്ധം ചെയ്യാൻ സാധിച്ചാൽ അമേരിക്ക പറയുന്ന കാര്യങ്ങൾ ഇസ്രായേൽ കേൾക്കണമെന്ന് നിർബന്ധമില്ലാത്തൊരവസ്ഥ വരും.
തീർച്ചയായും ഈ ഒരു പ്ലാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇത്രയും വലിയൊരു തുക കണ്ടെത്തുന്നത് ഇസ്രായേലിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയൊരു ഭാരമാണ്. ടാക്സ് വർധനവും മറ്റ് പ്രതിസന്ധികളും ഉണ്ടായേക്കാം. എങ്കിലും രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഇത് അനിവാര്യമാണെന്നാണ് ഇസ്രായേൽ ഭരണകൂടം വിശ്വസിക്കുന്നത്. നെതന്യാഹു മുമ്പ് പറഞ്ഞതുപോലെ ഇസ്രായേലിനെ ഒരു സൂപ്പർ സ്പാർട്ട ആക്കി മാറ്റാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. സാമ്പത്തികമായും സൈനികമായും മറ്റാരെയും ഭയപ്പെടാത്ത ഒരു രാജ്യം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഗാസ യുദ്ധത്തിൽ നിന്നുണ്ടായ പാഠങ്ങളാണ് ഇസ്രായേലിനെ ഇത്തരം ഒരു വമ്പൻ ചുവടുവയ്പ്പിന് പ്രേരിപ്പിച്ചിരിക്കുന്നത്. തങ്ങളുടെ ശത്രുക്കൾക്ക് മുന്നിൽ പതറാതെ നിൽക്കാൻ സ്വന്തം കാലിൽ നിൽക്കുക എന്നല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞു. ഈ 10 വർഷത്തെ മാസ്റ്റർ പ്ലാൻ പൂർത്തിയാകുമ്പോഴേക്കും മിഡിൽ ഈസ്റ്റിലെ കരുത്തന്മാരായി ഇസ്രായേൽ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇസ്രായേലിന്റെ ഈ നീക്കം ആധുനിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സൈനിക പ്ലാനുകളിൽ ഒന്നാണ് എന്ന് വേണം പറയാൻ. ലോകം മുഴുവൻ എതിർത്താലും തങ്ങളുടെ ആയുധങ്ങൾ തങ്ങൾ തന്നെ ഉണ്ടാക്കുമെന്ന ആത്മവിശ്വാസം വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. ഈ നീക്കം ഇസ്രായേലിനെ ഒരു സൂപ്പർ പവറാക്കി മാറ്റുമോ അതോ സാമ്പത്തികമായി തളർത്തുമോ? കണ്ടു തന്നെ അറിയണം. ഇന്ത്യയുടെ സുരക്ഷയെ സംബന്ധിച്ച് അതീവ ഗൗരവകരമായ ചില വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നമ്മുടെ അയൽ രാജ്യങ്ങളെയെല്ലാം കൂട്ടുപിടിച്ച് ഇന്ത്യയെ ഒരു ചക്രവ്യൂഹത്തിലാക്കാൻ ചൈന മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നു. മറ്റാരുടെയുമല്ല, യുഎസിന്റെ മുന്നറിയിപ്പാണ്. അതായത് ഏറ്റവും പുതിയ പെന്റഗൺ റിപ്പോർട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. ബംഗ്ലാദേശ് മുതൽ പാകിസ്ഥാൻ വരെ നീളുന്ന ചൈനീസ് മിലിറ്ററി സാന്നിധ്യം ഇന്ത്യയ്ക്കൊരു വലിയ തലവേദനയാകുമോ? അമേരിക്കയുടെ ഈ മുന്നറിയിപ്പിന് പിന്നിലെ സത്യാവസ്ഥ എന്താണ്? പരിശോധിക്കാം. അമേരിക്കൻ പ്രതിരോധ ആസ്ഥാനമായ പെന്റഗൺ പുറത്തുവിട്ട മിലിറ്ററി ആൻഡ് സെക്യൂരിറ്റി ഡെവലപ്മെന്റ്സ് ഇൻവോൾവിംഗ് ദി പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന 2025 എന്ന റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണുള്ളത്. ഇന്ത്യയെ ഐസൊലേറ്റ് ചെയ്യാൻ, ഒറ്റപ്പെടുത്താൻ ചൈന ഗൂഢമായ നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് ഇതിലെ പ്രധാന കണ്ടെത്തൽ. ഇതിലെ പ്രധാന പോയിന്റ്സ് ഒന്ന് പരിശോധിക്കാം. പോയിന്റ് 1. ആദ്യം തന്നെ പറയട്ടെ, ചൈനയുടെ പ്ലാൻ വെറും അതിർത്തി തർക്കമല്ല. ഏതാണ്ട് 12ഓളം രാജ്യങ്ങളിൽ മിലിറ്ററി ബേസസ് നിർമ്മിക്കാനാണ് ചൈനയുടെ നീക്കം. ഇതിൽ ബംഗ്ലാദേശ്, മ്യാൻമർ, പാകിസ്ഥാൻ, ശ്രീലങ്ക എന്നിവ ഉൾപ്പെടുന്നു. ഇതിനെ ഡിഫൻസ് എക്സ്പെർട്സ് വിളിക്കുന്നത് സ്ട്രിംഗ് ഓഫ് പേൾസ് എന്നാണ്. അതായത് ഇന്ത്യയെ ഒരു മുത്തുമാല പോലെ ആയുധപുരകൾ കൊണ്ട് വളയുക. ബംഗ്ലാദേശിലെ BNS ഷേഖ് ഹസീന എന്ന സബ്മറൈൻ ബേസ് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. $1.2 ബില്യൺ ചെലവിൽ ചൈന പണിത ഈ ബേസിൽ 6 സബ്മറൈനുകൾ ഒരേ സമയം പാർക്ക് ചെയ്യാം. ഇത് ബേ ഓഫ് ബംഗാളിൽ ഇന്ത്യയുടെ ആധിപത്യത്തിന് വലിയ വെല്ലുവിളിയാണ്. ഇനി പോയിന്റ് 2. ബംഗ്ലാദേശുമായുള്ള ചൈനയുടെ ബന്ധം, അതായത് മിലിറ്ററി ടൈസ് ഇപ്പോൾ വളരെ ശക്തമാണ്. മുമ്പ് ഇന്ത്യയുമായി നല്ല സൗഹൃദത്തിലായിരുന്ന പല രാജ്യങ്ങളെയും കടം കൊടുത്തും ആയുധങ്ങൾ നൽകിയും ചൈന അവരുടെ വശത്താക്കുകയാണ്. ബംഗ്ലാദേശിൽ ചൈന നിർമ്മിച്ച സബ്മറൈൻ ബേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിന് ഉദാഹരണമാണ്. പോയിന്റ് നമ്പർ 3. പാകിസ്ഥാന്റെ കാര്യം. ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ തലവേദനയായ പാകിസ്ഥാന്റെ കാര്യത്തിലാണ് ചൈന ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം 20 J-10 മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റ്സ് ചൈന പാകിസ്ഥാന് കൈമാറി കഴിഞ്ഞു. ആകെ 36 ജെറ്റുകൾക്കാണ് ഓർഡർ നൽകിയിരിക്കുന്നത്. ഇത് ഇന്ത്യയുടെ റഫേൽ വിമാനങ്ങൾക്ക് വെല്ലുവിളിയാകുമോ എന്നാണ് പ്രതിരോധ ലോകം ഉറ്റുനോക്കുന്നത്. ഇത് കൂടാതെ അത്യാധുനിക സബ്മറൈനുകളും ഡ്രോണുകളും ചൈന പാകിസ്ഥാന് എത്തിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ പാകിസ്ഥാൻ എയർഫോഴ്സിനെയും നേവിയെയും ഇന്ത്യക്കെതിരെ സജ്ജമാക്കുന്നത് ബെയ്ജിംഗ് ആണ്. ഇനി അമേരിക്ക നൽകുന്ന മറ്റൊരു വാർണിംഗ് ഇതാണ്: ഇന്ത്യയെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്താൻ ചൈന ശ്രമിക്കുന്നു എന്നതാണ്. ലഡാക്കിലെയും അരുണാചൽ പ്രദേശിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചൈന പെട്ടെന്ന് താൽപര്യം കാണിക്കുന്നത് ഇന്ത്യയെയും അമേരിക്കയും തമ്മിൽ അകറ്റാനാണെന്നാണ് പെന്റഗൺ നിരീക്ഷണം. പുറമെ സമാധാനം പറയുകയും അകമേ ഇന്ത്യയെ വളയാൻ അയൽ രാജ്യങ്ങളെ കൂട്ടുപിടിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് ചൈനയുടേത്. അതായത് ഇന്ത്യ ചൈന അതിർത്തിയിലെ തർക്കങ്ങൾ ഇപ്പോഴും പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഒക്ടോബറിൽ ചില സ്ഥലങ്ങളിൽ നിന്ന് സൈന്യം പിന്മാറാൻ ധാരണയായെങ്കിലും അരുണാചൽ പ്രദേശ് തങ്ങളുടെ പ്രദേശമാണെന്ന അവകാശവാദം ചൈന വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്നത് തടയാൻ അതിർത്തിയിലെ ശാന്തത ചൈന ഒരു തന്ത്രമായി ഉപയോഗിക്കുകയാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ ശ്രീലങ്കയുടെ ഹംബൻതോട്ട പോർട്ട് ചൈന 99 വർഷത്തേക്ക് ലീസിനെടുത്ത കാര്യം നമുക്കറിയാം. സാമ്പത്തികമായി തകർന്ന ശ്രീലങ്കയെ സഹായിക്കാനാണെന്ന വ്യാജേന ചൈന അവിടെ തങ്ങളുടെ കപ്പലുകൾ അടുപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ രഹസ്യാന്വേഷണ കപ്പലുകൾ ഇടയ്ക്കിടെ വരുന്നത് ഇന്ത്യക്ക് വലിയ സെക്യൂരിറ്റി റിസ്ക് ഉണ്ടാക്കുന്നുമുണ്ട്. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. വ്യക്തമാണ്, ചൈനയുടെ ഈ നീക്കങ്ങൾ ഇന്ത്യക്ക് വലിയൊരു തലവേദന തന്നെയാണ്. ഒരു വശത്ത് നയതന്ത്ര ചർച്ചകൾ നടക്കുമ്പോഴും മറുവശത്ത് ഇന്ത്യയെ വളയാൻ ചൈന ആയുധങ്ങളും സൈനിക താവളങ്ങളും ഒരുക്കുകയാണ്. ഇതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യയുടെ തൊട്ടടുത്ത നീക്കം എന്തായിരിക്കും? ക്വാഡ് പോലുള്ള സഖ്യങ്ങൾ കൂടുതൽ ശക്തമാക്കണോ അതോ അതിർത്തിയിൽ കൂടുതൽ പടയൊരുക്കം വേണോ? എന്തായാലും നമ്മുടെ അയൽ രാജ്യങ്ങളെ ചൈന ആയുധം കൊണ്ട് നിറയ്ക്കുമ്പോൾ ഇന്ത്യക്കും വെറുതെ ഇരിക്കാൻ സാധിക്കില്ല. പ്രതിരോധ ബജറ്റ് കൂട്ടുകയും സ്വന്തം ആയുധങ്ങൾ നിർമ്മിക്കുന്ന ആത്മനിർഭർ പദ്ധതികൾ വേഗത്തിലാക്കുകയും ചെയ്യുക എന്നതാണ് ഇന്ത്യയുടെ മുന്നിലുള്ള ഏക വഴി.
ലോകത്തെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള മനുഷ്യരുടെ ഉറക്കം കെടുത്തുന്ന ആ ബ്ലാക്ക് ബോക്സ് ഒടുവിൽ തുറക്കപ്പെടുകയാണ്. വമ്പന്മാർ പലരുടെയും ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തുവരികയാണ്. ശതകോടീശ്വരനും കുപ്രസിദ്ധ കുറ്റവാളിയുമായ ജെഫ്രി എപ്സ്റ്റീന്റെ നിഗൂഢ ലോകത്തെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഓരോന്നോരോന്നായി പുറത്തുവരുന്നത്. എപ്സ്റ്റീൻ മരിച്ച് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇയാൾ കൂട്ടുപിടിച്ച പവർഫുള്ളായ ആളുകളുടെ മുഖംമൂടി ഇപ്പോൾ അഴിഞ്ഞു വീഴുകയാണ്. വെറുമൊരു വെളിപ്പെടുത്തലല്ല, 10 ലക്ഷത്തിലധികം പുതിയ രേഖകൾ കൂടി കണ്ടെത്തിയെന്നാണ് US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. എന്താണ് ഈ ഫയലുകളിലുള്ളത്? ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? ഇതിൽ ആരൊക്കെ കുടുങ്ങും? ബിൽഗേറ്റ്സും ട്രംപും ക്ലിന്റണും പ്രതിക്കൂട്ടിലാകുമോ? ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ നോക്കാം. ഡിസംബർ 19 എല്ലാ രേഖകളും പുറത്തുവിടണമെന്നായിരുന്നു നിയമം, അതായത് എപ്സ്റ്റീൻ ഫയൽസ് ട്രാൻസ്പെറൻസി ആക്ട്. എന്നാൽ ആ ഡെഡ് ലൈൻ ലംഘിച്ചുകൊണ്ട് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ പറയുന്നത് അപ്രതീക്ഷിതമായി 10 ലക്ഷത്തിലധികം പുതിയ ഫയലുകൾ കൂടി കണ്ടെത്തിയെന്നാണ്. ഈ രേഖകൾ പ്രോസസ് ചെയ്യുന്നതിന് നീതിന്യായ വകുപ്പിന് ഏതാനും ആഴ്ചകൾ കൂടി വേണ്ടി വന്നേക്കാമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. അതായത് വരാനിരിക്കുന്ന ആഴ്ചകൾ ലോക രാഷ്ട്രീയത്തിലും ബിസിനസ് ലോകത്തും വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കും എന്നുറപ്പ്. പുറത്തുവന്ന റിപ്പോർട്ടുകളിൽ ഏറ്റവും ഭീകരമായത് 3500-ലധികം നഗ്ന ചിത്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ്. എപ്സ്റ്റീന്റെ സ്വകാര്യ ദ്വീപുകളിൽ നിന്നും ആഡംബര വസതികളിൽ നിന്നും പിടിച്ചെടുത്തവയാണിവ. ഇതിൽ പ്രമുഖരായ വ്യക്തികളുടെ സാന്നിധ്യമുണ്ടെന്നാണ് സൂചന. ഫോട്ടോകളും മറ്റും 200-ലധികം അനലിസ്റ്റുകൾ മുഴുവൻ സമയവും അവലോകനം ചെയ്യുകയാണ്. ഇരകളുടെ ഐഡന്റിറ്റി സംരക്ഷിക്കാൻ ചിത്രങ്ങളിൽ റിഡക്ഷൻസ് അഥവാ മറക്കിലുകൾ വരുത്തുന്നുണ്ടെങ്കിലും പല VIP-കളുടെയും പേരുകൾ ഇപ്പോൾ തന്നെ പൊതുസമൂഹത്തിൽ ചർച്ചയായി കഴിഞ്ഞു. ഈ ലിസ്റ്റിൽ കേൾക്കുന്ന പേരുകൾ നിസ്സാരമല്ല. ഡിസംബർ 23-നും 24-നുമായി പുറത്തുവിട്ട 30,000-ഓളം പേജുകളിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് നിരവധി പരാമർശങ്ങളുണ്ട്. ട്രംപ് എപ്സ്റ്റീന്റെ വിമാനത്തിൽ മുൻപ് കരുതിയതിനേക്കാൾ കൂടുതൽ തവണ യാത്ര ചെയ്തിട്ടുണ്ടെന്ന ഇമെയിൽ വിവരങ്ങൾ പുറത്തുവന്നു. എന്നാൽ ഈ രേഖകളിൽ പലതും അടിസ്ഥാനരഹിതമാണെന്ന് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ, മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സ്, പോപ്പ് ഇതിഹാസം മൈക്കിൾ ജാക്സൺ, ഡയാന റോസ് തുടങ്ങിയവരുടെ പേരുകളും ഈ ഫയലുകളിൽ പരാമർശിക്കപ്പെടുന്നു. ഇതിൽ പലരും എപ്സ്റ്റീന്റെ സ്വകാര്യ വിമാനമായ ലൊലീറ്റ എക്സ്പ്രസിൽ യാത്ര ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ സ്വകാര്യ ദ്വീപുകൾ സന്ദർശിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ പേരുൾപ്പെട്ടവരൊക്കെ തെറ്റുകാരാണെന്ന് പറയാൻ പറ്റില്ല എന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ സംശയം മാറുന്നില്ല. ഈ കേസിൽ മറ്റൊരു ട്വിസ്റ്റ് കൂടി സംഭവിച്ചിട്ടുണ്ട്. എപ്സ്റ്റീൻ മരിക്കുന്നതിന് മുൻപ് ജയിലിൽ നിന്ന് എഴുതിയതെന്ന് കരുതപ്പെടുന്ന ചില കത്തുകൾ ഇപ്പോൾ വ്യാജമാണ് എന്ന് FBI സ്ഥിരീകരിച്ചു. അതുപോലെ എപ്സ്റ്റീന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രചരിച്ച ഒരു വീഡിയോയും വ്യാജമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും മനഃപൂർവ്വം അന്വേഷണം വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുകയാണോ എന്ന സംശയം ഇതിലൂടെ ബലപ്പെടുകയാണ്. പലരും ചോദിക്കുന്നുണ്ടാകും, വർഷങ്ങൾക്ക് ശേഷം എന്തിനാണ് ഈ ഫയലുകൾ ഇപ്പോൾ പുറത്തുവിടുന്നത് എന്ന്. ഈ രേഖകൾ പുറത്തുവിടാൻ വൈകുന്നതിൽ അമേരിക്കൻ കോൺഗ്രസിലെ പല പ്രതിനിധികളും വലിയ അമർഷത്തിലുമാണ്. പവർഫുള്ളായ ആളുകളെ സംരക്ഷിക്കാൻ നീതിന്യായ വകുപ്പ് ശ്രമിക്കുന്നുവെന്നാണ് പ്രധാന ആരോപണം. ഗവൺമെന്റ് ഈ കേസ് കൈകാര്യം ചെയ്ത രീതിയിൽ വലിയ സുതാര്യത കുറവുണ്ടെന്ന് പൊതുജനം വിശ്വസിക്കുന്നു. ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് ഈ രഹസ്യരേഖകൾ പുറത്തുവിടാൻ US കോടതി ഉത്തരവിട്ടത്. ലേറ്റസ്റ്റ് റിപ്പോർട്ട്സ് പ്രകാരം പുറത്തുവന്ന ഫയലുകളിൽ എപ്സ്റ്റീന്റെ ഡയറി കുറിപ്പുകൾ, ഫോൺ റെക്കോർഡുകൾ, പണം നൽകിയതിന്റെ രേഖകൾ എന്നിവയുണ്ട്. ഇതിൽ ട്രംപ് കിൻഡ് എന്ന പേരുള്ള ചില വിചിത്രമായ കാര്യങ്ങളും എപ്സ്റ്റീന്റെ വീട്ടിലെ ദൃശ്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. പ്രമുഖരായ ഈ വ്യക്തികൾക്കെല്ലാം എപ്സ്റ്റീന്റെ സെക്സ് ട്രാഫിക്കിംഗ് നെറ്റ്വർക്കിനെ കുറിച്ച് അറിയാമായിരുന്നു എന്നതാണ് പ്രധാന ചോദ്യം. എന്തായാലും എപ്സ്റ്റീൻ മരിച്ചിട്ടും അയാളുടെ നിഴലും രഹസ്യങ്ങളും ലോകത്തെ ഭയപ്പെടുത്തുകയാണ്. ഈ പേരുകൾ വെറും സന്ദർശകരുടേതാണോ അതോ കുറ്റകൃത്യങ്ങളിൽ ഇവർക്കും പങ്കുണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാം. ട്രാൻസ്പെറൻസി വേണമെന്ന ജനങ്ങളുടെ ആവശ്യത്തിന് മുന്നിൽ ഭരണകൂടത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതിന്റെ ഉത്തമ തെളിവാണ് ഈ രേഖകൾ. എന്തായാലും എപ്സ്റ്റീൻ കേസിലെ രഹസ്യങ്ങൾ പൂർണ്ണമായും പുറത്തുവരാൻ ഇനിയും ആഴ്ചകളെടുക്കും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ലോകത്തെ ഞെട്ടിച്ച ഈ ലൈംഗിക പീഡന പരമ്പരയിൽ ഭാഗമായ ഒരാളും ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല. ഈ ഫയലുകളിൽ ഒളിഞ്ഞിരിക്കുന്ന അടുത്ത പേര് ആരുടേതായിരിക്കും? അത് വരും ദിവസങ്ങളിൽ നമുക്കറിയാം. ഇതുവരെ നമ്മൾ ചന്ദ്രനെ കണ്ടിരുന്നത് ഒരു ആകാശവിസ്മയമായിട്ടായിരുന്നല്ലോ. എന്നാൽ ഇന്ന് കാലം മാറി. ചന്ദ്രൻ ഇനി വെറും ഒരു ഉപഗ്രഹം മാത്രമല്ല, വരാനിരിക്കുന്ന വലിയൊരു ബിസിനസ് ഹബ്ബ് കൂടിയാണ്. കേൾക്കുമ്പോൾ അതിശയം തോന്നാം, പക്ഷേ റഷ്യ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന വാർത്തകൾ ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. 2036ഓടെ ചന്ദ്രനിൽ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് നിർമ്മിക്കാനാണ് റഷ്യൻ സ്പേസ് ഏജൻസിയായ റോസ്കോസ്മോസിന്റെ പ്ലാൻ. വെറുതെ ഒരു പ്ലാൻ മാത്രമല്ല, ഇതിനായുള്ള ഒഫീഷ്യൽ കോൺട്രാക്ട് അവർ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ചന്ദ്രനിൽ ഇങ്ങനൊരു ആണവ നിലയം? അവിടെ ആർക്കാണ് ഇത്രയും അധികം പവർ ആവശ്യമായിട്ട് വരുന്നത്? ഇതിന് പിന്നിൽ ലക്ഷം കോടികളുടെ ഒരു ലൂണാർ ഗോൾഡ് റഷ് തന്നെയുണ്ട്. അതെന്താണെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം.
റഷ്യയും ചൈനയും കൈകോർക്കുന്ന ഇന്റർനാഷണൽ ലൂണർ റിസർച്ച് സ്റ്റേഷൻ എന്ന പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഈ ആണവ നിലയം വരുന്നത്. സൺലൈറ്റ് കൃത്യമായി ലഭിക്കാത്ത ചന്ദ്രന്റെ ഭാഗങ്ങളിൽ പോലും തടസ്സമില്ലാതെ പവർ കിട്ടാൻ ഒരു ന്യൂക്ലിയർ റിയാക്ടർ അത്യാവശ്യമാണെന്ന് റഷ്യൻ ശാസ്ത്രജ്ഞർ പറയുന്നു. ചൈനയുടെ നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷനുമായി ചേർന്നാണ് റഷ്യ ഇത് നടപ്പിലാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഒരു സ്മോൾ സ്കെയിൽ ന്യൂക്ലിയർ റിയാക്ടർ ആണ്. അപ്പോൾ അവിടെയാണ് സംശയം, ബട്ട് വൈ? എന്തിനാണ് ന്യൂക്ലിയർ റിയാക്ടർ, ന്യൂക്ലിയർ എനർജി? എന്തുകൊണ്ട് സോളാർ പാനൽസോ സൗരോർജ്ജമോ അല്ല? അവിടെയാണ് കാര്യം. ചന്ദ്രനിലെ ഒരു രാത്രി എന്ന് പറയുന്നത് ഭൂമിയിലെ 14 ദിവസങ്ങളാണ്, 2 ആഴ്ചയാണ്. അതിശക്തമായ തണുപ്പും ഇരുട്ടും നിറഞ്ഞ ഈ 2 ആഴ്ചക്കാലം സോളാർ പാനലുകൾ വഴി ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുക അസാധ്യമാണ്. ചന്ദ്രനിൽ മനുഷ്യർക്ക് താമസിക്കണമെങ്കിലും വലിയ മെഷീനുകൾ പ്രവർത്തിപ്പിക്കണമെങ്കിലും തടസ്സമില്ലാത്ത പവർ സപ്ലൈ ആവശ്യമാണ്. ഇതിന് ഏക പോംവഴി എന്ന് പറയുന്നത് ന്യൂക്ലിയർ എനർജി മാത്രമാണ്. ഈ ആണവ നിലയം പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ആയിരിക്കും എന്നൊരു പ്രത്യേകതയുണ്ട്. അതായത് മനുഷ്യ സഹായമില്ലാതെ റോബോട്ടുകൾ മാത്രമായിരിക്കും ഇത് ചന്ദ്രനിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. റഷ്യയുടെ റൊസാറ്റോം എന്ന ന്യൂക്ലിയർ ഭീമൻ ഇതിനകം തന്നെ ഇതിന്റെ ഡിസൈൻ വർക്കുകൾ തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി നമുക്കിതിന്റെ സാമ്പത്തിക വശങ്ങളിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ലോകശക്തികൾ ചന്ദ്രനിലേക്ക് ഇത്രയും അധികം താല്പര്യം കാണിക്കുന്നത്? ഉത്തരം വളരെ ലളിതമാണ്. ഹീലിയം 3. ഭൂമിയിൽ വളരെ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഒരു ഗ്യാസ് ആണ് ഹീലിയം 3. എന്നാൽ ചന്ദ്രനിൽ ഏകദേശം 1 മില്യൺ ടൺ ഹീലിയം 3 ഉണ്ടെന്നാണ് നാസ കണക്കാക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണ് എന്നല്ലേ? ക്ലീൻ, ലിമിറ്റ്ലെസ് എനർജി, നോൺ റേഡിയോ ആക്റ്റീവ് ഫ്യൂവൽ സോഴ്സ് ആണ്. അതായത് ശുദ്ധമായ, പരിധിയില്ലാത്ത, അതുപോലെ റേഡിയോ ആക്റ്റീവ് അല്ലാത്ത ഇന്ധനവും ഒക്കെയാണിത്. പ്ലസ് ഭാവിയിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ സാങ്കേതിക വിദ്യ യാഥാർത്ഥ്യമാകുമ്പോൾ ലോകത്തിന്റെ മുഴുവൻ പവർ ഡിമാൻഡ് തീർക്കാൻ ഈ ഹീലിയം 3 മതിയാകും. അതുകൊണ്ടാണ് ഇതിനെ ഒരു ലൂണാർ ഗോൾഡ് റഷ് എന്ന് വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത്. 1 കിലോ ഹീലിയം 3ക്ക് ഏകദേശം $20 മില്യൺ, 170 കോടിയോളം രൂപ വരെയാണ് വില കണക്കാക്കുന്നത്. അപ്പോൾ ചന്ദ്രനിലെ ഈ നിക്ഷേപം കൈക്കലാക്കുന്ന രാജ്യം ഭാവിയിൽ ലോകത്തെ എനർജി സെക്ടർ ഭരിക്കുമെന്ന് ചുരുക്കം. ചന്ദ്രനിലെ ഈ നിക്ഷേപം മൈൻ ചെയ്ത് ഭൂമിയിൽ എത്തിക്കാൻ വൻ ശക്തികൾ തമ്മിൽ വലിയൊരു മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. റഷ്യ മാത്രമല്ല ഈ ഓട്ടത്തിലുള്ളത്, ഈ ലിസ്റ്റിലുള്ളത്. അമേരിക്കയും ഇതിൽ ഒട്ടും പിന്നിലല്ല. നാസയുടെ ആർടെമിസ് പ്രോഗ്രാം വഴി അവർ ചന്ദ്രനിൽ മനുഷ്യരെ തിരിച്ചെത്തിക്കാനും 2030ഓടെ ചന്ദ്രനിൽ ഒരു റിയാക്ടർ സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്നുമുണ്ട്. ഇന്ത്യയുടെ ഇസ്രോയും തങ്ങളുടെ ചന്ദ്രയാൻ ദൗത്യങ്ങളിലൂടെ സൗത്ത് പോളിലെ ജലസാന്നിധ്യത്തെക്കുറിച്ചും ധാതുക്കളെക്കുറിച്ചും ആഴത്തിൽ പഠിക്കുകയാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ചന്ദ്രനിൽ ഒരു ന്യൂക്ലിയർ പ്ലാന്റ് സ്ഥാപിക്കുന്നത് വലിയ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു പരിപാടിയാണ്. അവിടുത്തെ റേഡിയേഷൻ, അതിശക്തമായ തണുപ്പ്, പിന്നെ അന്താരാഷ്ട്ര നിയമങ്ങൾ, ഇവയെല്ലാം വലിയ കടമ്പകളാണ്. കൂടാതെ ചന്ദ്രനെ ആരെങ്കിലും സ്വന്തമാക്കാൻ ശ്രമിച്ചാൽ അത് വലിയ രാജ്യാന്തര തർക്കങ്ങൾക്കും അല്ലെങ്കിൽ ഒരു സ്പേസ് കോൺഫ്ലിക്റ്റിന് വഴിതെളിച്ചേക്കാം. ചന്ദ്രൻ ഇപ്പോൾ ഒരു പുതിയ ബാറ്റിൽ ഫീൽഡായി മാറിക്കഴിഞ്ഞു. വിഭവങ്ങൾ ആര് ആദ്യം കൈക്കലാക്കും എന്ന കാര്യത്തിൽ വൻ ശക്തികൾക്കിടയിൽ വലിയൊരു സ്പേസ് റേസ് തന്നെയാണ് നടക്കുന്നത്. ചുരുക്കത്തിൽ ചന്ദ്രൻ ഇനി വെറും ഒരു ശാസ്ത്ര പരീക്ഷണശാലയല്ല, മറിച്ച് വരാനിരിക്കുന്ന നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സാണ്. 2036 റഷ്യയുടെ ആണവ നിലയം യാഥാർത്ഥ്യമായാൽ അത് മനുഷ്യരാശിയുടെ സ്പേസ് എക്സ്പ്ലോറേഷൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വഴിത്തിരിവാകും. ഭൂമിയിലെ ഊർജ്ജ പ്രതിസന്ധിക്ക് ചന്ദ്രൻ ഒരു ശാശ്വത പരിഹാരമാകുമോ, അതോ വൻ ശക്തികൾ തമ്മിലുള്ള പുതിയൊരു യുദ്ധത്തിന് ഇത് കാരണമാകുമോ? കണ്ടു തന്നെ അറിയണം. ലോകം ക്രിസ്മസ് ആഘോഷങ്ങളിൽ മുഴുകിയിരുന്നപ്പോൾ സകലരെയും ഞെട്ടിച്ചുകൊണ്ട് ഇത്തവണത്തെ ക്രിസ്മസ് രാവിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ നൈജീരിയയിൽ ഒരു വൻ സൈനിക ഓപ്പറേഷൻ നടന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം US വ്യോമസേന നടത്തിയ മിന്നലാക്രമണം വെറുമൊരു ആക്രമണമല്ല. ട്രംപിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഇതൊരു പവർഫുൾ ആൻഡ് ഡെഡ്ലി സ്ട്രൈക്കാണ്. മരിച്ച ഭീകരർക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകളെന്ന് ട്രംപ് പരസ്യമായി പ്രഖ്യാപിക്കുമ്പോൾ അത് ലോക രാഷ്ട്രീയത്തിൽ വലിയൊരു സന്ദേശമാണ് നൽകിയത്. എന്താണ് നൈജീരിയയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ട്രംപ് ഇത്രയും കടുത്ത നടപടിയിലേക്ക് നീങ്ങിയത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ഡിസംബർ 25 രാത്രിയാണ് നൈജീരിയയുടെ വടക്കു പടിഞ്ഞാറൻ മേഖലയിലുള്ള സുക്കോട്ടോ സംസ്ഥാനത്തെ ISIS ഭീകരതാവളങ്ങളിൽ അമേരിക്കൻ വിമാനങ്ങൾ ബോംബ് വർഷിച്ചത്. തങ്ങളുടെ പൗരന്മാരെയും ക്രിസ്ത്യൻ സമൂഹത്തെയും വേട്ടയാടുന്ന ഭീകരർക്കുള്ള മറുപടിയായിട്ടാണ് ഈ നടപടിയെന്ന് പെന്റഗൺ സ്ഥിരീകരിച്ചു. ട്രംപ് ഭരണകൂടം ഇതിനെ പെർഫെക്റ്റ് സ്ട്രൈക്ക് എന്നാണ് വിശേഷിപ്പിച്ചത്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാർ പുറത്തുവിട്ടിട്ടുണ്ട്. വിമാനവാഹിനി കപ്പലിൽ നിന്നും മിസൈലുകൾ കുതിച്ചുയരുന്നതും ഭീകരരുടെ ഒളിത്താവളങ്ങൾ ചാരമാക്കുന്നതും ആ വീഡിയോയിൽ വ്യക്തമാണ്. നൈജീരിയൻ സർക്കാരിന്റെ സഹകരണത്തോടെയാണ് ഈ ഓപ്പറേഷൻ നടന്നതെന്ന് US ആഫ്രിക്ക കമാൻഡ് സ്ഥിരീകരിച്ചു. ശരിക്കും ഇതൊരു പെട്ടെന്നുണ്ടായ തീരുമാനമല്ല. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നൈജീരിയയിലെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ ട്രംപ് കടുത്ത അതൃപ്തിയിലായിരുന്നു. നിങ്ങളിത് നിർത്തിയില്ല എങ്കിൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് അദ്ദേഹം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ട്രൂത്ത് സോഷ്യലിൽ അദ്ദേഹം കുറിച്ച വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ഈ ഭീകരർക്ക് നേരത്തെ മുന്നറിയിപ്പ് നൽകിയതാണ്.
ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുന്നത് അവസാനിപ്പിച്ചില്ല എങ്കിൽ നരകം അനുഭവിക്കേണ്ടി വരുമെന്ന്. ഇന്ന് രാത്രി അത് സംഭവിച്ചു. ഇനി ഇതിനേക്കാൾ വലിയ ചർച്ചയായത് ട്രംപിന്റെ ക്രിസ്മസ് വിഷാണ്. ട്രംപ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ന് രാത്രി എന്റെ നിർദ്ദേശപ്രകാരം US സൈന്യം നൈജീരിയയിലെ IS ഭീകരർക്ക് നേരെ മാരകമായ ആക്രമണം നടത്തിയിരിക്കുന്നു. ക്രൈസ്തവരെ കൊന്നൊടുക്കുന്നത് നിർത്തണമെന്ന് ഞാൻ അവർക്ക് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. അവർ കേട്ടില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി അവർക്ക് അതിന്റെ ഫലം ലഭിച്ചു. ഇത്രയും പറഞ്ഞതിന് ശേഷം ട്രംപ് കൂട്ടിച്ചേർത്ത വരികളാണ് ശ്രദ്ധേയം. മരിച്ച ഭീകരർക്കും സമാധാനമായി ആഘോഷിക്കുന്നവർക്കും എന്റെ ക്രിസ്മസ് ആശംസകൾ എന്നാണ് അദ്ദേഹം കുറിച്ചത്. ഇത് ട്രംപിന്റെ പഴയ ശൈലിയിലുള്ള അഗ്രസീവ് ഡിപ്ലോമസിയുടെ ഉദാഹരണമാണ്. കൂടാതെ ഈ ഭീകരർ ഇനിയും അക്രമം തുടർന്നാൽ ഇതിലും വലിയ പ്രഹരം നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കൻ ആക്രമണം ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ നൈജീരിയയിലെ മെഡുഗുരിയിൽ മറ്റൊരു ദാരുണമായ സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. ഒരു പള്ളിയിൽ നടന്ന ചാവേർ സ്ഫോടനത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു, 35 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ബോക്കോ ഹറാം പോലുള്ള സംഘടനകളാണ് ഇതിന് പിന്നിലെന്നാണ് കരുതപ്പെടുന്നത്. നൈജീരിയയിലെ ജനങ്ങൾ, അത് ക്രിസ്ത്യാനികളായാലും മുസ്ലിംസ് ആയാലും, ഭീകരവാദത്തിന്റെ ഇരകളാണെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിരപരാധികളെ കൊല്ലുന്ന ഭീകരർക്ക് ഒരു മതവുമില്ലെന്ന് ഈ സ്ഫോടനം ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. നൈജീരിയയിലെ സുരക്ഷാ സാഹചര്യം എത്രത്തോളം സങ്കീർണമാണ് എന്നാണ് ഈ സംഭവങ്ങളൊക്കെ കാണിച്ചു തരുന്നത്. നൈജീരിയയിൽ ചൈനയുടെയും റഷ്യയുടെയും സ്വാധീനം വർദ്ധിച്ചു വരുന്നതിനിടയിലാണ് അമേരിക്കയുടെ ഈ ഒരു കടന്നുകയറ്റം എന്നതും ശ്രദ്ധേയമാണ്. കൂടാതെ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായ നൈജീരിയയിലെ സുരക്ഷാ പ്രശ്നങ്ങൾ ലോക വിപണിയെയും ബാധിക്കാറുണ്ട്. തന്റെ 2ാമത്തെ ടേമിൽ ഭീകരവാദത്തോടുള്ള സീറോ ടോളറൻസ് ഈ ഒരു നയം ട്രംപ് ഈ നീക്കത്തിലൂടെ ഉറപ്പിക്കുകയാണ്. നിങ്ങൾ ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും, അത് അതിവേഗത്തിലും മാരകവുമായിരിക്കുമെന്ന നയം നടപ്പിലാക്കുകയാണ്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ ജനതയ്ക്ക് വേണ്ടി സംസാരിക്കുക എന്നതും ട്രംപിന്റെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നൈജീരിയയെ കേന്ദ്രമാക്കി വളരുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരതയെ തുടച്ചു നീക്കാൻ US സൈന്യം നേരിട്ട് ഇറങ്ങിക്കഴിഞ്ഞു. അമേരിക്കൻ സഹായം നിർത്തലാക്കുമെന്നും നേരിട്ട് ഇടപെടുമെന്നും ട്രംപ് നേരത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ആ ഭീഷണി ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. എന്നാൽ ഈ വിദേശ സൈനിക ഇടപെടൽ മേഖലയിൽ സമാധാനം കൊണ്ടുവരുമോ അതോ കൂടുതൽ സംഘർഷങ്ങളിലേക്ക് നയിക്കുമോ എന്നത് കണ്ടു തന്നെ അറിയണം. ഇനി ചില സുപ്രധാന GCC വാർത്തകൾ പരിശോധിക്കാം. സൗദി അറേബ്യയുടെ തൊഴിൽ മേഖല ചരിത്രപരമായ ഒരു മാറ്റത്തിനാണ് ജനുവരി 1 മുതൽ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. മുസാനത്ത് പ്ലാറ്റ്ഫോം വഴി ഗാർഹിക ജീവനക്കാരുടെ ശമ്പളം നിർബന്ധമായും നൽകണമെന്ന നിയമം കർശനമാവുകയാണ്. ഡ്രൈവർമാർ, വീട്ടുജോലിക്കാർ തുടങ്ങിയവരുടെ ശമ്പളം ഇനി നേരിട്ട് കൈമാറുന്നത് നിയമവിരുദ്ധമാകും. STC പേ, യോ പേ തുടങ്ങിയ ഡിജിറ്റൽ വാലറ്റുകൾ വഴിയോ ബാങ്ക് ട്രാൻസ്ഫർ വഴിയോ മാത്രമേ പണം നൽകാവൂ. ജീവനക്കാരുടെ സാമ്പത്തിക അവകാശങ്ങൾ സംരക്ഷിക്കുക, ശമ്പള തർക്കങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിഷ്കരണം. ശമ്പളം വൈകുന്നത് സംബന്ധിച്ച പരാതികൾ ഇതിലൂടെ പൂർണ്ണമായും ഇല്ലാതാകും. ഓരോ മാസവും ശമ്പളം നൽകിയതിന്റെ കൃത്യമായ രേഖകൾ സർക്കാർ പോർട്ടലിൽ ലഭ്യമാകുന്നതോടെ പ്രവാസികൾക്ക് കൂടുതൽ നിയമപരമായ സുരക്ഷ ലഭിക്കുന്നു. ഇത് പ്രവാസികൾക്ക് നാട്ടിലേക്ക് പണം അയക്കുന്നതും എളുപ്പമാക്കും. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ആരംഭിച്ചിരിക്കുന്നു. ദുബായിൽ ഇപ്പോൾ ഷോപ്പിംഗ് മാമാങ്കത്തിന്റെ നാളുകളാണ്. പ്രമുഖ ബ്രാൻഡുകൾക്ക് 90% വരെ വിലക്കിഴിവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിസാൻ പെട്രോൾ കാറുകൾ ഉൾപ്പെടെ ദശലക്ഷക്കണക്കിന് ദിർഹത്തിന്റെ സമ്മാനങ്ങളാണ് നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത്. 12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മെഗാ സെയിലുകൾ ഈ ദിവസങ്ങളിൽ സജീവമാണ്. ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രാലയം സ്വദേശികൾക്കായി റേഷൻ സാധനങ്ങൾ വീടുകളിൽ എത്തിക്കുന്ന ഹോം ഡെലിവറി സംവിധാനം ആരംഭിക്കുന്നു. 25 ഖത്തർ റിയാൽ സർവീസ് ചാർജ് ഈടാക്കിക്കൊണ്ടാണ് ഈ സേവനം ലഭ്യമാക്കുന്നത്. ഡിജിറ്റൽ വെരിഫിക്കേഷൻ കോഡ് വഴി സുരക്ഷിതമായ വിതരണം ഉറപ്പാക്കും. സേവനങ്ങൾ കൂടുതൽ വേഗത്തിലാക്കാൻ മെട്രാഷ് ആപ്പിൽ പുതിയ അപ്ഡേറ്റുകളും വന്നിരിക്കുന്നു. ഖത്തരി പൗരന്മാർക്ക് റേഷൻ സാധനങ്ങൾ ഇനി ആപ്പിലൂടെ ഓർഡർ ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ വീട്ടുപക്കലെത്തും. പ്രവാസികൾക്ക് വിസ സംബന്ധമായ നടപടികൾ പൂർത്തിയാക്കാൻ പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അസിസ്റ്റന്റ് സേവനവും ലഭ്യമാക്കി തുടങ്ങിയിട്ടുണ്ട്. മസ്കറ്റ് നൈറ്റ്സ് 2026 ജനുവരി 1 മുതൽ ആരംഭിക്കും. ഒമാൻ തലസ്ഥാനത്ത് ജനുവരി 1 ആരംഭിക്കുന്ന ആഘോഷത്തിന് ഖുറും നാച്ചുറൽ പാർക്ക്, സീബ് ബീച്ച്, അൽ അമീറാത്ത് പാർക്ക് തുടങ്ങിയവ ഉൾപ്പെടെ 8 വേദികളാണ് ഒരുങ്ങുന്നത്. ഡ്രോൺ ഷോകൾ, ലൈറ്റ് സിംഫണി, സ്പോർട്സ് മത്സരങ്ങൾ, പരമ്പരാഗത പൈതൃക ഗ്രാമം എന്നിവ സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട്. മസ്കറ്റ് നൈറ്റ്സ് ഫെസ്റ്റിവലിന്റെ പുതിയ പതിപ്പ് തുടങ്ങുമ്പോൾ അത് ഒമാൻ ടൂറിസത്തിന് വരുമാനത്തിൽ 20% വർധനവ് ഉണ്ടാക്കുമെന്നാണ് കണക്കാക്കുന്നത്. 2025 അവസാനിക്കുമ്പോൾ ഗൾഫ് മേഖല സാമ്പത്തികമായും സാമൂഹികമായും വലിയ മുന്നേറ്റത്തിലാണ്. ഇന്ധനവിലയിലെ മാറ്റങ്ങളും ഡിജിറ്റൽ സേവനങ്ങളുടെ കടന്നുവരവും പ്രവാസികളുടെ ദൈനംദിന ജീവിതം കൂടുതൽ ലളിതമാക്കുകയാണ്. വരാനിരിക്കുന്ന 2026-ൽ കൂടുതൽ തൊഴിലവസരങ്ങളും ശമ്പള വർധനവും പ്രവാസികൾക്ക് ലഭിക്കുമെന്ന ശുഭവാർത്തകൾക്കായി നമുക്ക് കാത്തിരിക്കാം. ഈ വാർത്തകളെല്ലാം കേൾക്കുമ്പോഴും കാണുമ്പോഴും ലോകം അശാന്തമാണെന്ന് തോന്നിയേക്കാം. പക്ഷേ ഇതിലൊരു പോസിറ്റീവ് വശമുണ്ട്.
സാങ്കേതിക വിദ്യയിലും ശാസ്ത്രത്തിലും നമ്മൾ ബഹുദൂരം മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യങ്ങൾ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ശ്രമിക്കുന്നത് തങ്ങളുടെ ജനതയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. ആണവോർജത്തിന്റെ പുതിയ ഉപയോഗങ്ങൾ ഭാവിയിൽ ഊർജ പ്രതിസന്ധിക്ക് പരിഹാരമായേക്കാം. ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടങ്ങളും സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും നീതിപൂർവമായൊരു ലോകം കെട്ടിപ്പടുക്കാൻ സഹായിക്കും. ജാഗ്രതയോടെയും പരസ്പര വിശ്വാസത്തോടെയും മുന്നോട്ട് പോയാൽ ഈ വെല്ലുവിളികളെയെല്ലാം അതിജീവിച്ച് കൂടുതൽ മികച്ചൊരു ലോകം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കും. ഗുഡ് നൈറ്റ്.